നമ്മളെല്ലാം ഇന്ത്യൻ ക്രിക്കറ്റ് ഫാൻസാണ് അല്ലേ? പക്ഷേ എത്രത്തോളം നമ്മൾ കേരള ക്രിക്കറ്റിനെ ഫോളോ ചെയ്യുന്നുണ്ട്? നിലവിലെ ഒരു 10 കേരള ക്രിക്കറ്റ് താരങ്ങളുടെ പേര് പറയാൻ പറഞ്ഞാൽ എത്ര പേർക്ക് അറിയാം? ഇല്ല അല്ലേ? നമുക്കൊരു സഞ്ജു സാംസനെ, സച്ചിൻ ബേബിനെ, രോഹൻ കുന്നുമ്മൽ, മുഹമ്മദ് അസറുദ്ദീൻ, ബേസിൽ തമ്പി, ഇങ്ങനെ ഒരു 4-5 പേരെ പെട്ടെന്ന് പേരെടുത്ത് പറയാറിയുള്ളൂ അല്ലേ? പക്ഷേ ഇഷ്ടംപോലെ നല്ല കിട്ടില്ല പ്ലേയേഴ്സ് ഉണ്ട്. അവരൊക്കെ കളിച്ചിട്ടാണല്ലോ ആക്ച്വലി രഞ്ജി ഫൈനൽ വരെയൊക്കെ എത്തിയത്. പക്ഷേ നമ്മളങ്ങനെ അങ്ങോട്ട് ഒരു പേര് ഓർത്ത് വെക്കുകയോ ഇവരെ ശ്രദ്ധിക്കുകയോ ഇവരെ കണ്ടാൽ പോലും ശരിക്കും നമുക്ക് തിരിച്ചറിയില്ല. പക്ഷേ അതിനൊക്കെ ഒരു മാറ്റം വരാൻ പോവുകയാണ്. കേരള ക്രിക്കറ്റ് ലീഗ് 2ാം സീസൺ ഇത് ആരംഭിക്കാൻ പോകുന്നു. ഓഗസ്റ്റ് 22 മുതൽ സെപ്റ്റംബർ 7 വരെ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. അതിൻ്റെ ഒരു ഉദ്ഘാടനം ആഗസ്റ്റ് 15 ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വെച്ച് തന്നെ നടക്കുന്നുണ്ട്. അന്ന് KCA പ്രസിഡന്റ് ലെവലും സെക്രട്ടറി ലെവലും തമ്മിലൊരു മത്സരമുണ്ട്. സഞ്ജു സാംസൺ, സച്ചിൻ ബേബി ഇവരൊക്കെ നയിക്കുന്ന ടീമുകൾ തമ്മിലൊരു സൗഹൃദ മത്സരം, ജസ്റ്റ് ഒരു ഉദ്ഘാടനം. പക്ഷേ 22 മുതൽ കാര്യമായ കളികൾ ആരംഭിക്കുകയാണ്. 2 മത്സരം വെച്ച് ഡെയിലി ഉണ്ടെന്നാണ് പറയുന്നത്. രാത്രി മത്സരങ്ങളുണ്ട്. അതിനുവേണ്ടി 18 കോടി രൂപയോളം ചെലവഴിച്ച് സ്റ്റേഡിയത്തിൽ വലിയ വലിയ ലൈറ്റുകൾ ഒക്കെ ഫിറ്റ് ചെയ്ത് അങ്ങനെ സെറ്റപ്പായിട്ടാണ് മെയിൻ ചാനലുകളിലൊക്കെ ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്. വളരെ പ്രൊഫഷണലായ രീതിയിലാണ് നടത്താൻ പോകുന്നത്. അപ്പോൾ ആ ഓരോ കളികളും നിങ്ങൾ വാച്ച് ചെയ്യുകയാണെങ്കിൽ, അതിപ്പം TV-യിലൂടെ ആയാലും അല്ല നേരിട്ട് പോയിട്ട് കാണുകയാണെങ്കിലും നിങ്ങൾക്ക് കുറച്ചും കൂടി ഈ കളിക്കാരെ അടുത്തറിയാനും അവരെ മനസ്സിലാക്കാനും അവരുടെ ടാലൻറ്റ് പിടികിട്ടാനും ഇവരൊക്കെ ഇന്ത്യൻ ടീമിൽ എത്തണമേ എന്ന് ആഗ്രഹിക്കാനും ആശിക്കാനും ആശംസിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഒരു ODI മത്സരം എത്ര സമയം കൊണ്ട് തീരും? എങ്ങനെയായാലും ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്ന ടീം ഒരു 25 ഓവറെങ്കിലും കളിക്കൂലേ അല്ലേ? എന്തായാലും 25 ഓവറിൽ ഒരു 100 റൺസ് എടുത്താൽ വേണ്ട, ഒരു 50 റൺ എടുത്തോളെങ്കിലും ചേസ് ചെയ്യുന്ന ടീമിന് ഒരു 6-7 ഓവറെങ്കിലും വേണ്ട ചേസ് ചെയ്ത് എടുത്ത് ഒന്ന് വിജയിക്കാനായിട്ട്. പക്ഷേ ഇവിടെ ഒരു കളി കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് തീർന്നത്. അണ്ടർ-19 ലോകകപ്പ് ക്വാളിഫയറാണ്. അർജൻറ്റീനയും കാനഡയും തമ്മിലാണ് മത്സരം. ആദ്യം ബാറ്റ് ചെയ്ത അർജൻറ്റീന 19.4 ഓവറിൽ 23 റൺസിന് ഓൾ ഔട്ടായിപ്പോയി. ഓക്കെ, പക്ഷേ ഇത് ചേസ് ചെയ്തത് ഇവിടെ ഓരോ ഓവർ പോലും തികച്ചില്ലാന്ന്. 5 ബോൾ കളി തുടങ്ങി 5ാമത്തെ ബോളിൽ കളി അവസാനിപ്പിച്ച് പോയി. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലെ വേഗതയിൽ ഒരു കളി അവസാനിക്കുന്നത്. എന്താല്ലേ, അർജൻറ്റീനയ്ക്ക് ഫുട്ബോൾ തന്നെയാണ് നല്ലത് കേട്ടോ. മെസ്സിനെ നിങ്ങൾ ഇങ്ങോട്ട് കേരളത്തിലേക്ക് കൊണ്ടുവരുമൊന്നും വേണ്ട. അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ അവിടെ കുറച്ച് ഫുട്ബോൾ ആൾക്കാരെ മാത്രം വളർത്തിക്കോ. ക്രിക്കറ്റൊന്നും നിങ്ങൾക്ക് പറ്റുന്ന പണിയാണെന്ന് ഇതൊക്കെ ഈ വാർത്തയെ കണ്ടിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് പറഞ്ഞാൽ കേട്ടോ. നമ്മളും വിചാരിച്ചു ആൻഡേഴ്സൺ, ടെണ്ടുൽക്കർ എന്നൊക്കെയാണ് ഇന്ത്യ ഇംഗ്ലണ്ട് സീരീസിന് പേരിട്ടത്. സീരീസാണ് 2-2 അവസാനിച്ചു. പക്ഷേ സമ്മാനദാന ചടങ്ങിൽ ആൻഡേഴ്സനെയും കണ്ടില്ല, ടെണ്ടുൽക്കറേയും കണ്ടില്ല. ഇതെന്തോന്നിടയത്? ഏതെങ്കിലും ഒരുത്തം വേണ്ടേ? ഗവാസ്കർ ബോർഡർ ട്രോഫി ഓസ്ട്രേലിയ വെച്ച് നടന്നപ്പോൾ ബോർഡർ അവിടെ ഉണ്ടായിരുന്നു, അലം ബോർഡർ അവിടെ ഉണ്ടായിരുന്നു സമ്മാനദാന ചടങ്ങിൽ. ഗവാസ്കർ വിളിക്കാത്തതിന് ചെറിയൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു, വിവാദമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ 2 പേരും ഇല്ല, ആൻഡേഴ്സണും ഇല്ല, ടെണ്ടുൽക്കറും ഇല്ല. 2 പേരും അന്ന് ആ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇതിനകത്തേക്ക് വന്നില്ല. എന്താണ് ഇവരെ വിളിക്കാത്തതാണ്? ഓൾറെഡി ഈ പേര് ഇടണോ എന്നുള്ളതിന് ചൊല്ലിയൊക്കെ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഇവർ തന്നെ പറഞ്ഞു, ടെണ്ടുൽക്കർ തന്നെ പറഞ്ഞു ഈ പേര് മാറ്റുന്നത് നല്ലതെന്നൊക്കെ. പക്ഷേ അവർ അത് തന്നെ തുടർന്നു. പട്ടോടി ട്രോഫി എന്നുള്ളത് മാറ്റി ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ആക്കി. എന്നാൽ ഏതെങ്കിലും ഒരുത്തനെ വിളിച്ച് തന്ന് കൊടുക്കണ്ടേ? അതല്ലേ അതിൻ്റെ ഒരു മാന്യത അല്ലേ? എന്തായാലും 2 പേരും ഒരേപോലെ 2-2 എന്നുള്ള രീതിയിൽ വിജയിച്ച് സീരീസ് ഡ്രോ ആക്കി. ഇത്ര മികച്ചൊരു ത്രില്ലിംഗ് സീരീസ്. എന്നാൽ ഈ പേരിട്ട് അവർ വന്നിട്ട് അത് കൊടുക്കുന്നതല്ലേ അതിൻ്റെ ഒരു ഭംഗി? അതെന്താ ചെയ്യാത്തത്? മോശമായി. എന്താണ് പ്രശ്നം? വിളിക്കാത്ത പ്രശ്നമൊന്നും ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ വിളിക്കാതെ ഇരിക്കുമോ? നോ. ഈ ഫോട്ടോ നോക്കണേ. 2011 2023 വേൾഡ് കപ്പ് അതിനുശേഷമുള്ള കാര്യങ്ങളൊന്ന് താരതമ്യം ചെയ്യുന്ന ഒരു ഫോട്ടോയാണ് കേട്ടോ. 2011 വേൾഡ് കപ്പിൽ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന 4 പേരാണത്. വീരേന്ദ്ര സെവാഗ്, ഹർഭജൻ സിംഗ്, ഗൗതം ഗംഭീർ, സഹീർ ഖാൻ. പക്ഷേ തൊട്ടടുത്ത വേൾഡ് കപ്പ് 2015 ഈ 4 പേർക്കും ടീമിൽ സ്ഥാനമില്ലായിരുന്നു അല്ലേ? ഇവിടെ കണ്ടാണുള്ളത്. ഇനി 2023 വേൾഡ് കപ്പ് എടുക്കണം. ഇന്ത്യ ഫൈനൽ കളിച്ച വേൾഡ് കപ്പ്. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, മുഹമ്മദ് ഷാമി, രവീന്ദ്ര ജഡേജ. 2027 വേൾഡ് കപ്പ് എത്തുമ്പോഴത്തേക്കും ഈ 4 പേരിൽ ആരെങ്കിലും ഉണ്ടാവുമോ എന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത്. ഉണ്ടാവാൻ സാധ്യതയില്ല എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഓസ്ട്രേലിയയോടുള്ള ODI സീരീസോട് റിട്ടയർഡ് ആവുമെന്ന് പറയുന്നു. ഇല്ലെങ്കിലും 27 വേൾഡ് കപ്പ് വരെ എത്തേണ്ട സാധ്യതയില്ല എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നല്ല, ഇവർ അതിനുള്ള ചർച്ചയാണ് സെലക്ടേഴ്സും BCCI എല്ലാം ഇവരോട് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയും. മുഹമ്മദ് ഷാമി ആലോചിച്ച് ഈ വേൾഡ് കപ്പിൽ, അതായത് 23 വേൾഡ് കപ്പിൽ മിന്നും ബൗളിംഗ് പ്രകടനം കാഴ്ചവെച്ച ആളാണ്. വിക്കറ്റുകൾ ഇങ്ങനെ തക്കാളി വരയ്ക്കുന്ന പോലെയാണ് അദ്ദേഹം എടുത്തുകൊണ്ടിരുന്നത്. അതിനുശേഷം പരിക്കുകൾ പറ്റിയെങ്കിലും പരിക്കിൽ നിന്ന് അദ്ദേഹം മുക്തനായ ശേഷം അവസരങ്ങൾ കൊടുക്കുന്നില്ല. ടെസ്റ്റ് ടീമിൽ ഔട്ടായി. ODIയിലാണെങ്കിലും കാര്യമായ രീതിയിൽ സെലക്ട് ചെയ്തിട്ടില്ല. 2020 ഒരു അവഗണന ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ 27 വേൾഡ് കപ്പിൽ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ടോ? സാധ്യതയില്ല. ഇനി രവീന്ദ്ര ജഡേജയിലേക്ക് വരുവാണെങ്കിൽ അദ്ദേഹം ഇവരെ പോലെ, കോഹ്ലിയും രോഹിത് ശർമ്മയെ പോലെ 2020 റിട്ടയർഡ് ചെയ്ത ആളാണ്. ടെസ്റ്റിൽ മാത്രമാണ് സജീവം. അതുകൊണ്ട് തന്നെ ODIയിലേക്കും ഇദ്ദേഹത്തിനെ പരിഗണിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. അക്സർ പട്ടേലുണ്ട്, വാഷിംഗ്ടൺ സുന്ദറുണ്ട്, അങ്ങനത്തെയൊക്കെ ഓൾറൗണ്ട് സ്പിന്നേഴ്സ് ഉള്ളതുകൊണ്ട് സാധ്യത കുറവാണ്.
അതുകൊണ്ടാണ് ഈ ഫോട്ടോ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അതായത് 2011 സംഭവിച്ച പോലെ തന്നെ സംഭവിക്കാൻ പോവുകയാണ് 27-ലും. 2011 ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്ത ആളുകൾ 4 വർഷം കൊണ്ട് 15-ലെത്തിയപ്പോഴത്തേക്കും എല്ലാവരും ഔട്ടായി ടീമിൽ നിന്ന്. അതേപോലെ തന്നെ 20 ഏറ്റവും മികച്ച 4 പേർ 27-ാമത്തേക്കും. ഇതാണ് ക്രിക്കറ്റ്. നമ്മുടെ ഓസ്ട്രേലിയയുടെ മുൻ ക്യാപ്റ്റൻ റിക്കി പോണ്ടിങ്, മുൻ ക്യാപ്റ്റൻ എന്ന് മാത്രം പറഞ്ഞാൽ ലോകം കണ്ട ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻമാരിൽ ഒരാളായ റിക്കി പോണ്ടിങ്, അദ്ദേഹത്തിൻ്റെ ഓൾ ടൈം 5 ഗ്രേറ്റസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാൻമാർ, ടെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാൻമാരുടെ ഒരു ലിസ്റ്റ് അദ്ദേഹം പുറത്തുവിട്ടു. അതായത് അദ്ദേഹം കാണുന്നു 1-ാം സ്ഥാനത്തുള്ളത് ബ്രയാൻ ലാറ, 2-ാം സ്ഥാനത്തുള്ളത് സച്ചിൻ ടെണ്ടുൽക്കർ, 3-ാം സ്ഥാനത്തുള്ളത് രാഹുൽ ദ്രാവിഡ്, 4-ാം സ്ഥാനത്ത് ജോ റൂട്ട്, 5-ാം സ്ഥാനത്ത് കെയ്ൻ വില്യംസൺ. വിരാട് കോഹ്ലി. ഭയങ്കര പ്രശ്നം, ഭയങ്കര ചർച്ച. ഇദ്ദേഹത്തിൻ്റെ ഈ പോസ്റ്റ് അടിപ്പോയി ചീത്ത വിളി, ഓട്ടോ വിരാട് കോഹ്ലി കിങ് ഇല്ലടാന്നൊക്കെ. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, ഈ ഫാബുലസ് 4 എന്ന് പറഞ്ഞാൽ നമ്മൾ അത്ഭുതത്തോടു കൂടി കാണുന്ന ഇദ്ദേഹത്തിൻ്റെ തന്നെ നാട്ടുകാരനായ സ്റ്റീവ് സ്മിത്തിനെ പോലും ഇദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെയാണോ ഇദ്ദേഹം വിരാട് കോഹ്ലിനെ ഉൾപ്പെടുത്താൻ പോകുന്നത്? ഓരോരുത്തർ ഇഷ്ടമാണ് അല്ലേ? നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിടും. ചിലപ്പോൾ നമ്മൾ ഇടുന്ന 5-4 ചിലപ്പോൾ ഇന്ത്യക്കാരൊക്കെ ആയിരിക്കും. അങ്ങനെ ഇപ്പോൾ നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ലോ. ഏതായാലും ഇയാൾ ഇട്ട 5 പേര് 2 പേര് ഇന്ത്യക്കാരാണ്, സച്ചിനും ദ്രാവിഡും. അവർ ഓൾ ടൈം ഗ്രേറ്റസ്റ്റ് ആണെന്ന് ആർക്കും തർക്കമില്ല. അത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ 5 പേരിൽ ആരെയും തന്നെ ഒഴിവാക്കാനില്ല എന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷേ 5 എന്നുള്ളത് എണ്ണം കൂട്ടേണ്ടി വരും. അങ്ങനെ കൂട്ടുവാണെങ്കിൽ തീർച്ചയായും വിരാട് കോഹ്ലി വരും, സ്റ്റീവ് സ്മിത്ത് വരും, ജാക്കോസ് കാലിസ് എവിടെ? 45 സെഞ്ചുറിയാണ് ഉണ്ടാ മഹാൻ. അദ്ദേഹം ഒന്നും ഓൾ ടൈം ഗ്രേറ്റ് അല്ലേ? അദ്ദേഹത്തിനൊക്കെ ഔട്ടാക്കണമെങ്കിൽ ഇപ്പോഴത്തെ പെടാപ്പാട് മറ്റേ ടീമുകൾ നമ്മൾ കാണാറുള്ളതല്ലായിരുന്നു. തീർച്ചയായും കാലിസ് വരും, യൂനസ് ഖാൻ വരും, ആഷിം ആംല വരും. ഒക്കെ ഗ്രേറ്റസ്റ്റ് അല്ലേ? ഇംഗ്ലണ്ടിൻ്റെ അലിസ്റ്റർ കുക്ക്. ഒരിടയ്ക്ക് ഇപ്പോൾ ജോ റൂട്ടിനെ പറയുന്ന പോലെ സച്ചിൻ്റെ റെക്കോർഡുകൾ എന്ന് തകർക്കുമോ എന്ന് ചിന്തിച്ചു പോയൊരു മനുഷ്യനായിരുന്നു. അപ്പം അങ്ങനത്തെയൊക്കെ ടീമുകളുണ്ട്. പിന്നെ 5 പേരിടുമ്പം പിന്നെ പുള്ളിക്ക് ഇതൊക്കെ പറഞ്ഞല്ലേ പറ്റുള്ളൂ. ഈ 5 പേരിൽ ഒഴിവാക്കാൻ ആരെ ഒഴിവാക്കുക? ജോ റൂട്ടിനെ ഒഴിവാക്കാൻ പറ്റുമോ? കെയ്ൻ വില്യംസിനെ ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ദ്രാവിഡിനെ ഒഴിവാക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. സച്ചിനും ലാറയും പിന്നെ ഇതിലാരാണ് മികച്ചതെന്നുള്ള ചർച്ച ഇപ്പോഴും സജീവമായിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ ഒഴിവാക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഈ തെറി പറയുന്നവർ എന്തിനാടോ? അദ്ദേഹത്തിൻ്റെ ടീമിനെ പ്രഖ്യാപിച്ചു. നിങ്ങൾ നിങ്ങളുടെ ടീമിനെ പ്രഖ്യാപിക്കുക. അതിൽ ബോളിംഗ് 1-ാം സ്ഥാനത്തിട്ട്